ജീവനുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സമാധാനമുള്ള വീടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ വീടെങ്ങനെ ആക്കി തരുമാറാകട്ടെ. പ്രവാചകൻ ഇവിടെന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തജഅലു ബുയൂതകും മഖാബിറാ ഇന്ന ശൈതാന യൻഫുറു ഫീ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിൽ, അല്ലാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിൽ നീ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വീട് റസൂലുള്ള പറയുകയാണ്, നിങ്ങളുടെ വീട് നിങ്ങളും മക്ബറകളാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങളും മക്ബറകളാക്കരുത്. നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടണം. ആ വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീട് നിങ്ങളും മക്ബറകളാക്കരുത്, ഖബർസ്ഥാനാക്കരുത്, ശ്മശാനമാക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതു, സൂറത്തുൽ ബഖറ ഓതു. ഏത് വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ അവിടെ നിന്ന് ശൈത്താൻ നിലവിളിച്ചു കൊണ്ടുപോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ശൈത്താനും ഇറങ്ങിയോടും, ഏത് കൂടിയ ശൈത്താനും ഇറങ്ങിയോടും സൂറത്തുൽ ബഖറ നിന്റെ വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ, അല്ലാഹുവേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, മക്ബറയാക്കരുത്, ഇബ്ലീസ് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലഖ സമാവാതി വൽ അർള് ബി അൽഫി ആ ഫഅൻസല മിൻഹു ആയതൈനി ഖതമ ബിഹാ സൂറത്തുൽ ബഖറ ലാ യഖറഉ അബദാ. അല്ലാഹു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ 2 ആയത്തുകൾ ഉണ്ടായിരുന്നു. ആ കിതാബിൽ 2 കലിമത്തുകൾ ഉണ്ടായിരുന്നു. ആ കലിമത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ. ആ ബഖറയിലുള്ള 2 ആയത്തുകളാ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ, പടച്ചവനെ, 3 ദിവസം ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലുള്ള 2 ആയത്തുകൾ അല്ലാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതാണ് ആയത്ത്? ഏതായത്ത്? ആയത്തുൽ കുർസിയും ആമന റസൂൽ. ഈ 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു? എത്ര ദിവസം? 3 ദിവസം. ഈ ആയത്ത് ഓതിയാൽ തന്നെ 3 ദിവസം ഇബ്ലീസ് വീട്ടിൽ കയറില്ല. അപ്പൊ പിന്നെ ബഖറ ഓതിയാലോ? ഖുർആനിൽ 114 സൂറത്തുകൾ ഉണ്ടായിട്ട് അള്ളാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ പേരെന്താ? ബഖറ എന്ന് പറഞ്ഞ എന്താ? പശു. ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ? പറ. കഅബാലയത്തിൽ കൊണ്ടുവന്ന് ഹജറുൽ അസ്വദ് വെക്കണമെങ്കിൽ ആ കഅബയ്ക്കൊരു മഹത്വമില്ലേ? ഈ സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ 2 ആയത്ത് അള്ളാഹു കൊണ്ട് വെക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ഇബ്ലീസ് ഉണ്ടാകില്ല. ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കൂല. ആയത്തുൽ കുർസിയും ആമന റസൂലും ഏതു വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു 3 രാത്രികൾ 3 ദിവസങ്ങൾ ആ വീട്ടിൽ ഇബ്ലീസിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതുപോലും ചെയ്യാറില്ല.
നമ്മൾ സൂറത്തുൽ ബഖറ ഏകദേശം 2.25-2.5 ജുസു ഉണ്ടല്ലേ മുസ്ലിമിലെ, ഏകദേശം 2.5 ജുസുവിൽ പുറത്തുണ്ട് സൂറത്തുൽ ബഖറ. ഒന്ന് ഓതായിരുന്നു നോക്കിയേ, പറ്റുമോ? പേജ് ഇങ്ങനെ മറിക്കാനേ പറ്റത്തുള്ളൂ, പേജ് മറിക്കാൻ മാത്രമേ പറ്റൂ. കാരണം വലിയ സൂറത്താ, പാരായണം ചെയ്യാൻ വലിയ പാടാ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ മതി അത് ഓതാൻ. വേണമെന്ന് വിചാരിച്ചാൽ ഖുർആനുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ഇത് പാരായണം ചെയ്യാൻ പറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീടിനകത്തുനിന്ന് ശൈത്താൻ പോകും. അല്ലാതെ തിരിയും കത്തിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദെ ശൈത്താൻ ഇരുണ്ട് ഉസ്താദെ, അവിടെ ഇരിക്കുന്ന ഉസ്താദെ, ഇവിടെ ഇരിക്കുന്ന ഉസ്താദെ, എന്നിട്ട് പുകയ്ക്കുക. ആരെ പുകയ്ക്കാൻ? ശൈത്താൻ. നീ പുകയ്ക്ക്, ഉന്തിരിക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പുകയ്ക്കുക. എന്തിനാ? ഇബ്ലീസ് പുറത്തു പോകാനാണ്. ആദ്യം നിന്റെ തലയ്ക്കകത്ത് കയറിയിരിക്കണം ഇബ്ലീസ്, ഇറങ്ങിപ്പോട്ടെ, പിന്നെ പുകയ്ക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂറത്തുൽ ബഖറ ആയത്തുൽ കുർസിയെങ്കിലും ഓത്. മക്കളെയൊക്കെ പഠിപ്പിക്ക്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്ക്. ഇബ്ലീസ് തന്നെയല്ലേ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഇൽമു പഠിപ്പിച്ചു കൊടുത്തില്ലേ? രാത്രി മോഷ്ടിക്കാൻ പോയപ്പോ പിടിച്ചപ്പോ 3-ാമത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ആയത്തുൽ കുർസിയാ പഠിപ്പിച്ചു കൊടുത്തത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിൻ്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ ആ വീട്ടിൽ ശൈത്താനിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ഏത് വീടിൻ്റെ അകത്ത് ആയത്തുൽ കുർസിയും ആമന റസൂലും പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്തിറങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് ബറക്കത്ത് ഉണ്ടാകാനുള്ള വഴിയാ പരിശുദ്ധമായ റജബ് മാസം. അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹുവേ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന ആയിരക്കണക്കിന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അൽഹംദുലില്ലാ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ റജബുനു ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ആ പരിശുദ്ധമായ റജബിൽ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി 1 സ്ക്വയർ ഫീറ്റിന്റെ പൈസയെങ്കിലും കൊടുക്കാൻ കഴിയുന്നവര് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ. അല്ലാഹുവേ, നിങ്ങളെ പോലെ ഒരുപാട് പേര് പടച്ചവനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നിട്ട് സ്ക്വയർ ഫീറ്റിന്റെ പൈസ തന്നവരുണ്ട്, സ്വർണ്ണമൂല്യം തന്നവരുണ്ട്. പടച്ചവനെ അവനവനെ കൊണ്ട് കഴിയുന്നത് തന്നവരുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ ഇന്നിവിടത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ സദഖ കൊടുത്തോ. അവസാനം വരെ കാത്തിരിക്കണ്ട. അവസാനമല്ല പടച്ചവനെ ഇവിടെ ഫാത്തിഹ ഓതി സൂറത്തോതി സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ നിനക്ക് വേണ്ടി പടച്ചവനെ ആ ദുആയിലൊന്ന് പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് പടച്ചവനെ ചെറിയ സദസ്സാണെങ്കിലും വല്ലാത്ത മഹത്തമാ. ഇന്നും ഒരു സഹോദരൻ വിളിച്ചു, ഉസ്താദേ തിരുവനന്തപുരം RCCയിൽ നിന്ന് റിസൾട്ട് വന്നു. എന്റെ ഭാര്യയുടെ വയറിന്റെ അകത്ത് കുടലിന്റെ അകത്ത് ക്യാൻസർ ആണെന്ന് കരുതിയിട്ടാണ് പടച്ചവനെ ടെസ്റ്റിന് അയച്ചത്. ഉസ്താദേ ഡോക്ടർമാര് പോലും അത്ഭുതപ്പെട്ടു. ഈ സദസ്സിൽ വെച്ചല്ലേ നമ്മൾ ദുആ ചെയ്തത്. ഒരു പാവപ്പെട്ട സഹോദരിയുടെ പടച്ചവനെ, ഒരു പാവപ്പെട്ട സഹോദരിയുടെ ആ സഹോദരിയുടെ രോഗം മാറാൻ നമ്മൾ ദുആ ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞ ഉസ്താദേ വലിയ സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിഡ്നി മാറ്റി വെച്ചിരുന്ന കാസർഗോഡ് ജില്ലക്കാരനായ പയ്യന്നൂരുള്ള പ്രിയപ്പെട്ട സഹോദരൻ, ഉസ്താദേ ദുആ ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ എല്ലാ പ്രശ്നങ്ങളും മാറി, അവിടുന്ന് സക്സസ് ആയെന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. ഇതുപോലെ ഒരുപാട് പേര് പടച്ചവനെ ഈ സദസ്സിലെ ദുആ കൊണ്ട് പ്രയാസങ്ങൾ മാറി, അവരുടെ ആവശ്യങ്ങൾ നടന്നു എന്ന് പലരും വിളിച്ചു പറയുമ്പോ വല്ലാത്ത സന്തോഷമാ. അത് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടല്ല, ഈ ദുആ ചെയ്യുന്നവന്റെ ബർക്കത്ത് കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല. അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പടച്ചവനെ കാണാത്ത പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്തതിന്റെ പ്രതിഫലമാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി പടച്ചവരെ ചെറുതും വലുതുമായി ഒരുപാട് സദഖ ചെയ്തവരുണ്ട് നാഥാ, നീ സ്വീകരിക്കണേ അല്ലാ.
അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, കഴിവിന്റെ പരമാവധി 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്. ഒരു മുസല്ലയ്ക്ക് 10,000 രൂപയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ അല്ലാ. നീ ഈമാൻ നൽകണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, വീടിന്റെ അകത്ത് സമാധാനം വേണോ, വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വരണോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീടാകണോ. റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ ഖുർആൻ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ, നിർബന്ധമായിട്ട് യാസീൻ ഓതണം, വെള്ളിയാഴ്ച കഹ്ഫ് ഓതണം, എല്ലാ ദിവസവും പടച്ചവനെ സൂറത്തുൽ മുൽക്ക് ഓതണം. അല്ലാഹ് രാത്രി എത്ര തിരക്കുള്ളവരാണെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇഖ്ലാസും മുഅവ്വദത്തൈനിയെങ്കിലും നിങ്ങൾ ഓതിയിട്ട് കിടക്കണേ. അത് നിന്റെ വീടിന്റെ സമാധാനമാ, നിന്റെ വീടിന്റെ സംരക്ഷണമാ, നിന്റെ വീടിന്റെ അകത്ത് അല്ലാഹു ബർക്കത്ത് നൽകാനുള്ള കാരണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏഴാമതായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ക്ലോക്കിൽ നോക്കണ 10:30 ആയതുകൊണ്ടാണോ? ഇൻഷാ അല്ലാഹ് 6 കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, ഫസല്ലൂ അയ്യുഹൻ നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളൽ സ്വലാത്തി സലാത്തു സുന്നതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിക്കണേ, സുന്നത്ത് നിങ്ങളുടെ വീടിന്റെ അകത്ത് നമസ്കരിക്കണേ. ആ വീട്ടിൽ അല്ലാഹു സമാധാനം തരും, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നുവെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ എന്ത് നിസ്കരിക്കണം? സുന്നത്ത് നമസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഫർള് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം, സുന്നത്ത് എവിടെ നിസ്കരിക്കണം? പ്രതിഫലം അഫ്ളൽ എവിടെ നിസ്കരിക്കല? വീട്ടിൽ നിസ്കരിക്കല. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിൽ വന്നു, വീട്ടിൽ പോയി നിസ്കരിക്കലൊക്കെ കണക്കന്നെ. ഇവിടെ തന്നെ നിസ്കരിക്കല നല്ലത്, ഇവിടെ തന്നെ നിസ്കരിക്കല കാണാം. ഇവിടെ നിസ്കരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയില്ല. പള്ളിക്കകത്ത് വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ളുഹാ എന്ന് പറയുന്നൊരു നിസ്കാരമുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ളുഹാ ഇല്ലേ? എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ളുഹാ നിസ്കാരം വലിയ പ്രതിഫലം. എന്തിന്റെ പ്രതിഫലം? ഉംറയുടെ പ്രതിഫലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ളുഹാ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ പരിപൂർണ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം ളുഹാ നിസ്കാരം വലിയ ഐശ്വര്യമുള്ള നമസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് ളുഹാ നമസ്കാരം. ആ ളുഹാ നിസ്കരിച്ചാൽ പരിപൂർണമായി ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, എന്റെ പ്രിയപ്പെട്ടവരെ തസ്ബീഹ് നിസ്കാരം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തസ്ബീഹ് നിസ്കരിക്കാറുണ്ടോ? 27 രാവിലെ എന്നാ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുന്നത്? ഇവിടെ നിസ്കരിക്കുവോ? ഇവിടെ ഞാൻ കഴിഞ്ഞ റമദാൻ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ഇവിടെ തസ്ബീഹ് നിസ്കരിക്കാറുണ്ടോ? നമ്മളൊക്കെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കും തസ്ബീഹ് നിസ്കാരം. കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ, ദിക്റുകളൊക്കെ ഉറങ്ങി. അവിടെ എല്ലാ 27 രാവിനും തസ്ബീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന 4 റക്അത്ത്. അള്ളാഹു ഈ കൊല്ലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും നിസ്കരിക്കണം. ആഴ്ചയിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ച നിസ്കരിക്കണം. മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ മാസത്തിൽ നിസ്കരിക്കണം.
വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ വർഷത്തിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം വലിയ പ്രതിഫലം. തസ്ബീഹ് നിസ്കരിച്ചിട്ടുള്ള ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തസ്ബീഹ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ കൈനീട്ടിയ പടച്ച റബ്ബ് തരും. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ആരെങ്കിലും തന്റെ ആവശ്യമുണ്ടെങ്കിൽ, നിന്റെ രോഗമോ നിന്റെ കടമോ നിന്റെ പ്രയാസമോ നിന്റെ പ്രതിസന്ധിയോ എല്ലാം മാറണോ, അങ്ങോട്ട് 300 ദിക്ർ അങ്ങോട്ട് പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു റക്അത്തിൽ 75, 2 റക്അത്തിൽ 150, 3, 4 റക്അത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 300 പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞിട്ട് അള്ളാഹുടെ മുന്നിൽ ഒരു ഫാത്തിഹ ഓതിയിട്ടൊന്ന് ചോദിച്ചു നോക്ക്. പടച്ച റബ്ബിന്റെ മുന്നിൽ നീ ഒന്ന് കരഞ്ഞു ചോദിച്ചു നോക്ക്, നിന്റെ എന്ത് കാര്യവും സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സമയം കിട്ടുമ്പോ ഭാര്യയെ വിളിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് നിസ്കരിക്കാനുള്ളതാ. ഈ നിസ്കാരങ്ങളൊക്കെ ഭാര്യയും നീയും കൂടെ നിന്റെ വീടിന്റെ അകത്തൊക്കെ ഒന്ന് നിസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നമസ്കരിക്ക്. അവിടെ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏത് വീടിന്റെ അകത്താണോ സുന്നത്ത് നമസ്കാരം നടക്കുന്നത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ റഹ്മത്ത് ഇറങ്ങുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പഠിക്കാം. നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണല്ലോ. പടച്ചവനെ, വീടിനകത്ത് അലമാരിക്കകത്തിരിക്കുന്ന പൈസ കള്ളം കൊണ്ടുപോകുമെന്ന്, നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും വല്ലാത്ത പേടിയാണല്ലോ. എങ്കിൽ 8ാമത്തെ കാര്യം, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇൻകാന ജുനുഹൽ ലൈൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ വീടിന്റെ വാതിലടയ്ക്കുമ്പോ ബിസ്മി പറയാതെ അടയ്ക്കല്ലേ, പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുമ്പോ എന്തു പറയണം? എന്തു പറയണം? 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യയായി കഴിഞ്ഞാൽ നിങ്ങൾ വാതിലുകൾ അടയ്ക്കുകയും അല്ലാഹുവിന്റെ നാമവും സ്മരിക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്തെന്നറിയുമോ? പിശാച് ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ വൈകുന്നേര സമയമാകട്ടെ രാത്രി സമയമാകട്ടെ, പണ്ട് വൈകുന്നേരം വാതിലടച്ചാ പിന്നെ തുറക്കാറില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മഗ്രിബിന്റെ സമയം കഴിഞ്ഞ് ഫ്രണ്ടിലെ വാതിൽ പിന്നെ തുറക്കാറില്ല, ഗേറ്റ് തുറക്കാറില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ പാതിരാത്രി 12 മണിക്കും നമ്മൾ എന്താ ചെയ്യുക? മക്കൾ കയറി വരുന്നത് 12 മണിക്ക്, താക്കോൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ചില മക്കൾ പോക്കറ്റിട്ടുണ്ട് അടക്കണേ, അവൻ തന്നെ തുറന്നു കയറുക. എന്ത് ബിസ്മി, എന്ത് കാവല്! എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാതിലടയ്ക്കുന്ന സമയം ബിസ്മി പറഞ്ഞുകൊണ്ട് അടയ്ക്കണം. ഇബ്ലീസ് അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെയ്തു നോക്ക്. നമ്മളെങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേര സമയമായാൽ വീടിന്റെ പുറത്തു മക്കളെ ഇറക്കരുത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ കുട്ടി, കണ്ണൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടിയാ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന
ഉപ്പ പറഞ്ഞു, ഉസ്താദ് വൈകുന്നേര സമയത്ത് പുറത്തേക്ക് പോയപ്പോൾ എന്തോ കണ്ടു പേടിച്ചതാ ഒരു കുട്ടി, ചെറിയൊരു പെൺകുട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചു കുട്ടികളെ ദയവ് ചെയ്ത് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈകുന്നേര സമയം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തു വിടരുത്. ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല. കാരണം അത് പുറത്തിറങ്ങേണ്ട സമയമല്ലെന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളതിന് ശ്രദ്ധിക്കാറുണ്ടോ? കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഈ മഗ്രിബിന്റെ സമയമൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ആ സമയത്താണ് ശൈത്താനുകളൊക്കെ ഇറങ്ങുന്നത്. ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്തു വിട്ടാൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ ഏതെങ്കിലും കേറിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും കണ്ട് നമ്മുടെ മക്കളൊക്കെ ഭയന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 9-ാമതായിട്ട് അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടയ്ക്കണം. കാരണം ഇബ്ലീസ് അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ കാന ജുഹുൽ ലൈലി ഔ അംസുഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രാത്രിയിൽ നിങ്ങൾ വെള്ളപാത്രം അടയ്ക്കുന്ന സമയം ബിസ്മി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രാത്രിയിൽ വെള്ളത്തിന്റെ പാത്രം, ഭക്ഷണം, ഇതെല്ലാം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് എന്തു പറയണം? പറയാറുണ്ടോ? പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കേ, പണ്ട് ഈ ഭക്ഷണ പാത്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു വെക്കും, അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരെണ്ണെടുത്ത് അടച്ചു വെക്കും. എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പാത്രം എടുത്ത് അടയ്ക്കലല്ല, അതിന്റെ മുകളിൽ ഒരു ഭാരം കൂടെ വെക്കും. വെറുതെ ആയിരുന്നില്ലത്. മഹാനായ പ്രവാചകൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ വെള്ളപാത്രങ്ങൾ അടയ്ക്കുന്ന സമയത്ത് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യസമയമായാൽ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ കെട്ടിയടയ്ക്കുകയും നിങ്ങളുടെ പാത്രങ്ങൾക്ക് മുകളിൽ നിങ്ങളൊരു വിലങ്ങ് വിൽക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ. വെറുതെ ഒന്നും പറഞ്ഞല്ല, ഇമാം ബുഖാരി തങ്ങളായി ഒരു ഹദീസ് ഇമാം ബുഖാരിയിൽ കാണാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളപാത്രം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കണം, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിലങ്ങായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പണ്ടുള്ള ഉമ്മമാർക്ക് വിവരമില്ലെന്ന് പറയണവനെ തല്ലണം. പണ്ടത്തെ അമ്മമാർക്ക്, നമ്മുടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കളിയാക്കും. എന്താന്നില്ലേ, നമ്മൾ വിലങ്ങ് വെക്കും. എവിടെ നമ്മൾ വിലങ്ങ് വെക്കുന്ന? എവിടാ നമ്മൾ വിലങ്ങ് വെക്കുന്ന? എവിടാ? വീടിന് അടുക്കള വാതിലുണ്ട്, അടുക്കള വാതിൽ 2 കുറ്റിയും പൂട്ടും, എന്നിട്ട് കമ്പിയുടെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ്, അതിനെന്താ പറയാ? ആരെങ്കിലും കതവ് തെള്ളിയാ തുറക്കാതിരിക്കാൻ, ആരെങ്കിലും കതക് തെള്ളിയാ തുറക്കാതിരിക്കാൻ മുകളിലും കുറ്റി, താഴെയും കുറ്റി, സെൻട്രല് പൂട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു കമ്പി വിലങ്ങ് വെക്കും വാതിലിന്. അവിടെ അല്ലടാ ചങ്ങാതി വെക്കേണ്ടത്. അല്ലാഹു ഈമാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തെളിഞ്ഞ് സ്വാഭാവികമായിട്ട് താഴെ വീണാലോ, താഴെ വീണ് പോകണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വിലങ്ങായിട്ട് വെക്ക്. വെച്ചാ മാത്രം പോരാ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വെക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് എത്ര ഇൽമു പഠിച്ചു? 10 എണ്ണം. 10 അറിവാണെന്ന് പഠിച്ചത്. ഒരു വീടിന്റെ അകത്ത് പാലിക്കേണ്ട 10 നിയമങ്ങൾ. ഒന്നാമത്തത് എന്താ? വീട്ടിലേക്ക് കടക്കുമ്പോ എന്തു പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2, വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 3, ഏത് കാല് വെച്ച് കയറണം? വലത് കാല് വെച്ച് കയറണം. 4, വീടിന്റെ അകത്ത് പ്രവേശിച്ചാൽ എന്തു പറയണം? സലാം പറയണം. 5, വീടിന്റെ അകത്ത് അള്ളാഹുവിന്റെ ദിക്റുകൾ പറയണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പറയണം, ഇല്ലെങ്കിൽ നിന്റെ വീട് മരണ വീടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 6, 7, 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 ഖുർആൻ
ഖുർആൻ പാരായണം ചെയ്യണം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് അതിലെ 2 ആയത്തുകൾ നീ പാരായണം ചെയ്യണം. ഖുർആനിലെ സൂറത്തുൽ ബഖറ ഓതിയാൽ നിന്റെ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പോകും. 3 ദിവസം സൂറത്തുൽ ബഖറ അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകൾ ഓതിയാൽ 3 ദിവസം ഇബ്ലീസിൽ നിന്ന് കാവൽ അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് 8ാമത്തെ കാര്യം, സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിക്കണം? സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിക്കണം? വീടിനകത്ത് വെച്ച് സുന്നത്ത് നമസ്കരിക്കണം. ളുഹാ, തസ്ബീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. 9 രാത്രി കാലങ്ങളിൽ വാതിലടക്കുമ്പോൾ എന്ത് പറയണം? ബിസ്മി പറഞ്ഞ് അള്ളാനെ ഏൽപ്പിക്കണം. 10 വെള്ളപാത്രം അടച്ചു വെക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ചു വെക്കുകയും അതിന്റെ മുകളിൽ ഒരു വിലങ്ങ് വെച്ചു കൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുണ്ട് 5 കൂടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാരണം സമയം 11 മണിയോട് അടുക്കുന്നു. കാരണം ഇനി നമ്മളിതെല്ലാം കഴിഞ്ഞ് ദുആയും ചെയ്ത് വല്ലതും കഴിച്ചിട്ട് വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓടുവായിരുന്നു, ട്രെയിൻ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ എനിക്ക് മലപ്പുറത്താണ്, പുത്തനങ്ങാടി ശുഹദാ മക്കാമിലാണ് വഅദ്. അപ്പോൾ അതുകൊണ്ട് രാത്രി 11:30 വണ്ടിക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നാളെയൊക്കെ ലൈവ് ഉണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പരിപാടികളൊക്കെ കേൾക്കുക, പഠിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയ ഒരുപാട് പേർ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ പലതുള്ളി പെരുവെള്ളം പള്ളിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങളോട് ചോദിക്കുന്നത്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും കൊടുക്കാനുള്ള മനസ്സുണ്ടാകണമെന്നില്ല. മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവ. ചിലപ്പോൾ പണക്കാരൻ അല്ലാഹു അത് കൊടുക്കണമെന്നില്ല. ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ് അല്ലാഹു അതിനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ശൈല എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബർ വിശാലമാകാൻ, കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാൻ പടച്ചവനെ 5000 രൂപ സദഖ ചെയ്തിരിക്കുന്നു തമ്പുരാന്. ആ സഹോദരിയുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാന്. ആ കുടുംബത്തിൽ എല്ലാവിധ ഖൈറു ബർക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാന്. ആ പൊന്നു പെങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, ദുബൈയിൽ നിന്നൊരു സഹോദരൻ അല്ലാഹുവേ 10 സ്ക്വയർ ഫീറ്റ് പള്ളിക്ക് വേണ്ടി തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ വിശാലമാകാൻ ഉസ്താദേ ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടാൻ അല്ലാഹുവേ ആ സഹോദരനെ സ്വീകരിക്കണേ അല്ലാ. തന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിന്റെ അകത്തുനിന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കണേ പടച്ചവരെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിപ്പിക്കണേ തമ്പുരാന്. ഇന്നവരുടെ ഖബറിന്റെ അകത്ത് പെരുന്നാളിന്റെ സന്തോഷമാക്കണേ തമ്പുരാന്. തന്റെ പൊന്നുമകൻ എന്നെ മറന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കണേ അല്ലാ. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നവന് ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാന്. അല്ലാഹുവേ ഈമാനുള്ളവര് മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഷഹാന എന്ന സഹോദരി പ്രസവം കഴിഞ്ഞ് 4 മാസമായി. പടച്ചവനെ അല്ലാഹുവേ എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. ആ പാവപ്പെട്ടവൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആമിന എന്ന സഹോദരി പന്തളത്ത് നിന്ന് ഉസ്താദേ വീട് പണി പൂർത്തീകരിക്കാൻ അല്ലാഹുവേ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ റബ്ബേ നിന്റെ ഭവനം പണിയാ സദഖ നൽകി റബ്ബേ സ്വീകരിക്കണേ അല്ലാ. ആ പൊന്നു പെങ്ങളുടെ വീടിന്റെ പണി എളുപ്പത്തിലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ, സിറാജുദ്ദീൻ എന്ന സഹോദരൻ പന്തളത്ത് നിന്ന് ഉസ്താദേ മറക്കല്ലേ ദുആ ചെയ്യണേ. കരുണക്കടലായ അല്ലാ കൈവിടല്ലേ അല്ലാ.
സിറാജിന് സാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പണേ അല്ലാ. ഇനിയെങ്കിലും നീ കരുണ കാണിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ആദിലെന്ന സഹോദരൻ ഖത്തറിൽ നിന്ന് ജോലിയുടെ തടസ്സങ്ങൾ മാറാൻ, കുടുംബത്തിൽ സന്തോഷം ലഭിക്കാൻ പടച്ചവനെ 10,000 രൂപ സ്വീകരിക്കണേ നാഥാ. ആദിലിനെ കൈവിടല്ലേ അല്ലാ. നിനക്ക് വേണ്ടി തന്നവനാ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. ജോലി ഉറപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ ടെൻഷനും പ്രയാസവും മാറ്റണേ അല്ലാ. കുടുംബത്തിൽ എല്ലാവിധ ഖൈർ ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ആദിലിന് മരിക്കുമ്പോ ഈ ചെയ്ത സദഖയുടെ പ്രതിഫലം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനോ. പ്രവാസിയാണ്, കൈവിടല്ലേ റഹ്മാനോ. പടച്ചവനെ, സലീം എന്ന സഹോദരന് തന്റെ മരണപ്പെട്ടു പോയ ഉപ്പാന് വേണ്ടി പടച്ചവനെ ഒരാഴ്ചയായി ഉസ്താദ് അല്ലാഹുവേ തന്റെ ഉപ്പയുടെ ഖബറ് വിശാലമാകാൻ കുവൈറ്റിൽ നിന്ന് സലീം എന്ന സഹോദരന് 10,000 രൂപ സ്വീകരിക്കണേ അല്ലാ. തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പ പിരിഞ്ഞിട്ട് ഒരാഴ്ചയായി വാപ്പ ഖബറിന്റെ അകത്തിലാണ് ഉസ്താദേ. ആ മണ്ണറ മണിയറയാക്കണേ അല്ലാ.